ഹലോ ഫ്രണ്ട്സ്, 2025 ഞാൻ കണ്ട കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജസ്റ്റ് ഫ്യൂ മൂവീസ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോണത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം ടൂറിസ്റ്റ് ഫാമിലി. നമ്മൾ ഈ ഹോപ്പ് എന്ന് പറയാറുണ്ട്. വാട്ട് ഈസ് ഹോപ്പ്? ആ ഹോപ്പ് എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. OTT-ലുണ്ട്, മസ്റ്റായിട്ട് കാണുക. സെക്കൻഡ് തരുൺ മൂർത്തീസ് തുടരും. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എന്നെ എസ്പെഷ്യലി ജോർജ് സാറിനെ സമ്മാനിച്ചൊരു സിനിമയാണ്. പ്രകാശ് വർമ്മ എന്ന് പറയുന്ന അതിഗംഭീര ഒരു ആക്ടർ ലാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അടുത്ത സിനിമ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് വെപ്പൺസ്. ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് മൂവി. വലിയ സ്റ്റുഡിയോയിൽ നിന്നും വന്ന സിനിമയല്ല, പക്ഷേ ഗ്രിപ്പിംഗ്, സ്ലോ ബേണിംഗ് ഒരു ഉഗ്രൻ സിനിമ തന്നെയാണ്. പിന്നെ അടുത്ത സിനിമ നമ്മളെല്ലാവരും ഇവിടെ അന്വേഷിക്കുന്ന ഒരു സാധനമാണ്. നമുക്കിവിടെ സൂപ്പർ പവർ, സൂപ്പർ ഹീറോസ് എവിടെ, അവരൊന്നും കാണുന്നില്ലല്ലോ. അതിനുള്ളൊരു ഒറ്റൊരു ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ലോക വന്നിട്ടുള്ളത്. ലോകയും ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. ആ ഒരു രസമുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ അടുത്ത സിനിമ ഞാൻ പറയാൻ പോകുന്നത് കളങ്കാവൽ. സിനിമ എന്ന് പറയുമ്പോഴത്തേനും അത് അതിഗംഭീരമാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത മമ്മൂക്ക അതിഗംഭീരമാണ്. പുള്ളി കാഴ്ചവെച്ച ഒരു പ്രകടനം സൂപ്പർ. തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്തവരുണ്ടെങ്കിൽ OTT-ൽ വരുന്നതാണ്, കാണുക. പിന്നെ ഞാൻ പറയാൻ പോകുന്ന രണ്ട് സിനിമകൾ, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ദുരന്തർ. അതായത് 30% റവന്യൂ ഗൾഫിൽ നിന്നാണ് വരുന്നത്. അവിടെ ബാൻ ചെയ്തിട്ട് പോലും 1000 കോടി കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നോർത്ത് ഇന്ത്യയിലെ ഔട്ട്സ്കേർട്സിലുള്ള കുറേ തിയേറ്റേഴ്സിലെ സീറ്റിലെ പൊടി മാറ്റിയ പടമാണത്. കാഴ്ച വേറെ ഒന്നുകൊണ്ടല്ല, കാഴ്ച എല്ലായിടത്തും അതിഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞേ പറ്റുള്ളൂ. 2025 സ്പെഷ്യലി മലയാളം സിനിമ ക്ലോസ് ചെയ്യണത് ഒരു ഗംഭീര ഹിറ്റ് സിനിമയാണ്. സർവമായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിറ്റ് സിനിമയോടെയാണ് പോകാൻ. 26-ലും നോട്ട് ഔട്ടായിട്ട് ബാറ്റിംഗ് ആയിരിക്കും. മോർ മലയാളം സിനിമാസ് ആൻഡ് വേൾഡ് സിനിമാസ് 26 ഉണ്ടാവട്ടെ. സൂപ്പർ ആൻഡ് ഹെൽത്തി ആൻഡ് വെൽത്തി ആയിട്ടുള്ളൊരു ന്യൂ ഇയർ എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, വേറെ സിനിമകൾ ഏതെങ്കിലും ഉണ്ട്, അത് ഇതിലും ഗംഭീരമായിട്ടുള്ള പടങ്ങളുണ്ടെങ്കിൽ പറയുക. എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യാവുന്നതായിരിക്കും. ഒരു പടം ഞാൻ മെൻഷൻ ചെയ്യാതെ പോയി. അത് ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ കാണാനായിട്ടുള്ള അവസരം കിട്ടിയായിരുന്നു. ആ സിനിമ നിങ്ങൾ എന്തായാലും OTT-ൽ വന്നിട്ടുണ്ട്, അത് കണ്ടേ പറ്റൂ. ഫെമിനിച്ചി ഫാത്തിമ. അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ പെൺകുട്ടി അതിഗംഭീരം. ആ ഹസ്ബൻഡായിട്ട് ചെയ്തിട്ടുള്ള ആളും. അതായത് നമ്മളുടെ ഇത്രയും ഗംഭീരമായിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മസ്റ്റ് സിനിമകളിലൊന്നാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്.